ഹലോ. ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഒരു ബിഗിനേഴ്സ്, അതായത് ആദ്യമായിട്ട് നമ്മൾ ഷോപ്പിഫൈയിലോ മറ്റൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ SEOയിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ SEO ഓൾറെഡി ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇത്രയെങ്കിലും നമ്മുടെ ഒരു വെബ്സൈറ്റ് കുറച്ചും കൂടെയൊക്കെ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇത്രയെങ്കിലും ഒരു വെബ്സൈറ്റിൽ ചെയ്തിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ ഷോപ്പിഫൈയിൽ വരുവാണ്. ഷോപ്പിഫൈയിൽ ചെയ്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൻ്റെ അകത്ത് പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ വെബ്സൈറ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് ഒരു ടൈറ്റിൽ, ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ഇത് കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കുക. അതായത് ഞാനിപ്പോൾ ഒരു മെൻസ് ഷർട്ടിൻ്റെ കാര്യങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നൊരു പേര് കണ്ടോ, മെൻ ക്ലോത്തിങ് ഓൺലൈൻ. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു പേരും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷനും. അത് എന്തായാലും നമ്മുടെ ഒരു വെബ്സൈറ്റിൽ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ്. സോ ഹോം പേജിൻ്റെ ടൈറ്റിലും അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷനും ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇപ്പോൾ ഞാനത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നമുക്ക് ChatGPT യൂസ് ചെയ്യാം വളരെ എളുപ്പത്തിനായിട്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തു, അതായത് ക്രിയേറ്റ് ദ ബെസ്റ്റ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ്ഡ് ടൈറ്റിൽ ഫോർ ദ സ്റ്റോർ ദാറ്റ് വാണ്ട്സ് ടു റാങ്ക് ഫോർ. ഞാനിപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് സ്റ്റിക്കർ ഷീറ്റ് ഡിസൈൻ ആണെന്ന് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ വെബ്സൈറ്റ് എന്താണോ വിൽക്കുന്നത്, സെല്ല് ചെയ്യുന്നത്, അത് കൊടുക്കാം. ദ സ്റ്റോർ നെയിം ഞാൻ ജസ്റ്റ് ഒരു റാൻഡം നെയിംസ് ആണ് കൊടുത്തത്. അതിൻ്റെ സപ്പോർട്ടിങ് കീവേഡ്സ്, അതായത് നിങ്ങൾക്ക് ഈ കീവേഡ്സ് കണ്ടുപിടിക്കാനായിട്ട് ഗൂഗിൾ ആഡ്സും അല്ലെങ്കിൽ ആഡ്സ് മാനേജർ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ റാൻഡം ആയിട്ട് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കീവേഡ്സ് ഞാനിത് കൊടുത്തു. എന്നിട്ട് വിത്തിൻ 70 ക്യാരക്ടറിൻ്റെ അകത്ത് എനിക്കൊരു ലെറ്റർ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഗൂഗിൾ ChatGPT നിന്ന് കിട്ടിയ 2-3 ഓപ്ഷനാണ് ഇത്. അപ്പോൾ ഞാൻ ഇതിലൊരെണ്ണം എടുത്തു, ടൈറ്റിലായിട്ട് കൊടുത്തു. സോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ടൈറ്റിൽ വരുന്നത് സ്റ്റിക്കർ ഷീറ്റ് ഡിസൈൻ ബൈ NDS ക്രിയേഷൻ എസ്തെറ്റിക് വിനീൽ സ്റ്റിക്കേഴ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിന് മോർ ആപ്റ്റ് ആവുന്ന കീവേഡ്സും മറ്റും കൊടുത്ത് ആ ടൈറ്റിൽ നന്നാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഞാൻ അതിലൊരു ക്രിയേറ്റ് എ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടു ദി സ്റ്റോർ വിത്ത് എ മാക്സിമം ഓഫ് 320 ക്യാരക്ടേഴ്സ് എന്ന് കൊടുത്തു. സോ എനിക്കൊരു ഡിസ്ക്രിപ്ഷൻ കിട്ടി. ഈ ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ കൊടുക്കുവാണ്. സോ നമുക്ക് ഒരു പേജിൻ്റെ ടൈറ്റിലുമായി അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷനുമായി. ഇതാണ് ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിളിൽ നമ്മൾ റാൻഡം ആയിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് മെൻസ് ക്ലോത്തിങ് എന്നുള്ള ഇതാണ് ഞാനിപ്പോൾ കൊടുത്ത പേര്. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള ഇതാണ് ഈ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് പാരഗ്രാഫാണ് ഞാൻ കൊടുത്ത ഈ ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇത് രണ്ടും എന്തായാലും കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഇമേജ് കൊടുക്കുക, നമ്മുടെ ബ്രാൻഡിൻ്റെ ലോഗയോ അല്ലെങ്കിൽ നല്ലൊരു പിക്ക് ഉണ്ടെങ്കിലോ ഒരു കവർ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതെന്തായാലും കൊടുത്തേക്കാം. ഓക്കെ, ഇതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് പലരും മിസ്സാവുന്ന ഒരു കാര്യമാണ്. ഇത് കമ്പൽസറി ആയിട്ട് കൊടുക്കുക. ഇനി മറ്റൊന്ന്, ഇനി ഓരോ പ്രോഡക്റ്റിൻ്റെ പേജ് പോവുകയാണെങ്കിൽ ഞാനൊരു പ്രോഡക്റ്റ് എടുത്തു. നമുക്ക് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഡക്റ്റിന് നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. അതായത് ഞാനിപ്പോൾ ഇതൊരു ജേർണലിൻ്റെ ഒരു ബുക്ക് വിൽക്കുന്ന റാൻഡമായിട്ട് ഇട്ട ഒരു പേജാണ്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു സാമ്പിൾ 1, സാമ്പിൾ 2, സാമ്പിൾ 3 ഇങ്ങനെ കൊടുക്കാതെ അതിന് ആപ്റ്റായ ഒരു പേര്, ഇപ്പോൾ പ്യൂമയുടെ ഒരു ഡ്രസ്സ് വിൽക്കുന്ന ഒരാൾ പ്യൂമ ബ്ലാക്ക് കളർ ഡ്രസ്സ്, ഇന്ന ഡ്രസ്സ് എന്ന കണക്കിന് നല്ലൊരു പേര് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതായത് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ, അതായത് നമുക്കിപ്പോൾ സൈസ്, പേപ്പർ എന്താ ഉപയോഗിക്കുന്നത്, കളർ, ഇതെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഡോട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നല്ല പിക്ക് എപ്പോഴും സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിൽ 2 പിക്ക് സെലക്ട് ചെയ്തു. ഇതിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ജസ്റ്റ് പിക്കിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വരും, ആൾട്ട് ടെസ്റ്റ് അതുപോലെ തന്നെ നെയിം. നമ്മൾ നെയിമും ഓൾട്ട് ടെസ്റ്റും കമ്പൽസറി ആയിട്ട് കൊടുക്കുക. ഓൾട്ട് ടെസ്റ്റ് ഇപ്പോഴത്തെ ഹൊറിസോൺ തീമിൽ സജഷനായിട്ട് വരും പുതിയ അപ്ഡേറ്റ്സിൽ. സോ അത് തന്നെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ, നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. സോ ഞാൻ ഇതിലിപ്പോൾ ജൂനിയർ ജേർണൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കുവാണ്. ജേർണൽ പേജസ് എന്ന് കൊടുത്തു. ഞാൻ ഇതിലിപ്പോൾ റാൻഡമായിട്ട് പേര് കൊടുത്തതാ. നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ എക്സാക്റ്റ് പേര് തന്നെ കൊടുത്തു പോവുക.
ഒരു പ്രോഡക്റ്റിന് നമ്മൾ എത്ര പിക്ക് കൊടുത്തിട്ടുണ്ടോ അത്രയും പിക്കിനും ഈ ഓൾട്ട് ടെസ്റ്റും അതുപോലെ തന്നെ പേരും ഇട്ട് തന്നെ പോവുക. ഇനി ഇതിൽ താഴെ വരുന്ന ഒരു ഓപ്ഷനാണ് കാറ്റഗറി. നമ്മൾ എപ്പോഴും ഏതാണോ നമ്മുടെ പ്രോഡക്റ്റ് അതിന് ആപ്റ്റായ കറക്റ്റ് കാറ്റഗറി തന്നെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ കറക്റ്റ് കാറ്റഗറി കണ്ടുപിടിക്കുന്നത് എപ്പോഴും നമ്മുടെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടാൻ സഹായിക്കും. ഇനി താഴെ വരുമ്പോൾ 1-2 ഓപ്ഷൻ ഉണ്ട്. ഈ മെറ്റാഫീൽഡ് കാറ്റഗറി വരുന്നതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, കാരണം മുകളിൽ ഏത് പിക്കാണോ വരുന്നത്, ഏത് കളർ ടോണാണ് വരുന്നത് അതിനെ റാൻഡം ആയിട്ട് ചെയ്യുന്നതാണ്. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സെർച്ച് എഞ്ചിൻ. ഇവിടെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് നമ്മുടെ പേജ് ടൈറ്റിൽ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും ഒരു ടൈറ്റിലും ക്രിയേറ്റ് ചെയ്യുക. ഞാൻ അതിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, ക്രിയേറ്റ് എ SEO ഫ്രണ്ട്ലി പേജ് ടൈറ്റിൽ വിത്തിൻ 70 ക്യാരക്ടർ ആൻഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ വിത്തിൻ 320 ക്യാരക്ടർ യൂസിങ് ദ ഫോളോയിങ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് വെച്ച് ഞാൻ പ്രോഡക്റ്റിന്റെ പേര് കൊടുത്തു, ബ്രാൻഡ് കൊടുത്തു, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. സോ നമുക്കൊരു ചെറിയ ഔട്ട്പുട്ട് കിട്ടും, അതായത് ആ പ്രോഡക്റ്റിന്റെ ഒരു പേജ് ടൈറ്റിൽ കിട്ടും, നമ്മൾ ഇതിൽ ഓൾറെഡി വരുന്ന സജഷൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് നല്ലൊരു ടൈറ്റിൽ തന്നെ കൊടുത്തു പോവുക. ഇനി ഞാനൊരു മെറ്റാ ഡിസ്ക്രിപ്ഷനും കൊടുത്തു, അതായത് നമ്മൾ ഒരു ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പർട്ടിക്കുലറായിട്ട് സ്പെസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ വരുന്നത്, അതായത് നമുക്ക് ഗൂഗിളിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് കിട്ടുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, അതായത് ഏതെങ്കിലും സ്പെസിഫിക് പ്രോഡക്റ്റ്, ഞാനിപ്പോൾ CMF ഇയർബഡ്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ വരുന്ന ഈ പേരും അതുപോലെ തന്നെ ഈ ഷോർട്ട് ടൈറ്റിലുമാണ് നമുക്ക് ഈ പ്രോഡക്റ്റിൽ വരുന്നത്, അതായത് ഈ പേജ് ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും. ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു പേരിന്റെ താഴെ ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. സോ ഇത് രണ്ടും കമ്പൽസറി കൊടുക്കുക. ഇനി URL ഹാൻഡിൽ, നമ്മുടെ URL ഇപ്പം ഇങ്ങനെ സാമ്പിൾ എന്ന് കിടക്കുവാണെങ്കിൽ ഇത് തെറ്റാണ്, ഇനി ഒരിക്കലും കൊടുക്കരുത്. നമ്മുടെ പ്രോഡക്റ്റിന്റെ പേര് തന്നെ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അതായത് പ്രോഡക്റ്റിന്റെ, ഞാനിതിപ്പോൾ സാമ്പിൾ ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്, പക്ഷെ എപ്പോഴും നമുക്ക് യൂഷ്വലി അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് തന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ പേരായിരിക്കും. ഇപ്പോൾ ഇൻ കേസ് പ്രോഡക്റ്റിന്റെ പേരല്ലെങ്കിൽ വ്യക്തമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ പേര് തന്നെ കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഒത്തിരി അറ്റ് സിമ്പലോ അല്ലെങ്കിൽ മറ്റ് നമ്പേഴ്സോ കാര്യങ്ങളോ വരാതെ സാമ്പിൾ 1, സാമ്പിൾ 2, സാമ്പിൾ 3 എന്നിങ്ങനെ വരാതെ മാക്സിമം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു URL തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇത്രയാണ് പ്രോഡക്റ്റ് പേജിൽ നമ്മൾ SEO ശ്രദ്ധിക്കേണ്ടത്. ഇതേ സെയിം കാര്യം തന്നെ നമുക്ക് കളക്ഷനിലുണ്ട്. കളക്ഷൻസ് പലരും മിസ്സായി പോകുന്നതാണ്. ഇപ്പം ഞാനൊരു മെൻസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ടൈറ്റിൽ ഉണ്ടാവും, ഇതിനൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ഇതിലും നമുക്ക് ആ ഒരു പേജ് ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും ഉണ്ട്, URL ഹാൻഡിൽസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലും തന്നെ കൊടുത്തു പോവാം. ഈ മെൻസിൻ്റെ അവിടെ ഇപ്പോൾ മെൻ ഷർട്ട് അല്ലെങ്കിൽ കുർത്ത ഇതെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ. ChatGPT-യിലൂടെ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുക, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഫോർ മൈ കളക്ഷൻ ദാറ്റ്സ് എന്ന് വെച്ച് നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഷോർട്ടായിട്ട് കൊടുക്കുക. അത് വെച്ച് നല്ലൊരു ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്ക് എത്ര കളക്ഷൻ ഉണ്ടോ ഇതിന് എല്ലാം നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ SEO വരുന്ന കൊടുക്കുക. അതായത് ഹാൻഡിലിങ്ങിന് ഇപ്പോൾ ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ സാമ്പിൾ എന്ന് കൊടുക്കാതെ ഇപ്പോൾ URL കളക്ഷൻസ് മെൻസ് എന്നാണെങ്കിൽ മെൻസ് എന്ന് തന്നെ നമുക്ക് കൊടുത്തു പോവാം. സോ നല്ലൊരു ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, പ്രൊജക്റ്റ് പേജ് ടൈറ്റിൽ കൊടുക്കുക. ഇതാണ് കളക്ഷൻസ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോഡക്റ്റ് പേജ് നോക്കി അതുപോലെ തന്നെ നമുക്ക് എത്ര കളക്ഷൻസ് ഉണ്ടോ ആ കളക്ഷൻസിന് എല്ലാം നമ്മൾ ഇതേപോലെ ചെയ്തു പോവാം. ഇനി മറ്റൊന്ന്, ഇപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ പിക്ക് ഉണ്ട്. അതായത് ഞാൻ എൻ്റെ ഒരു വെബ്സൈറ്റ് ഇതാണ് എന്ന് വയ്ക്കാം, ഞാനിതിപ്പോൾ സാമ്പിളാണ്, വെബ്സൈറ്റിലൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഇവിടെ ഒരു പിക്ക് കാണും, അതായത് നമുക്കൊരു സാമ്പിൾ ഒരു ബാനർ കാണും,
പല റാൻഡം പിക്ചേഴ്സ് ഇത് കാണും. ഇതിലെല്ലാം നമ്മൾ കടക്കുന്നത് കണ്ടന്റ് എന്നതിൻ്റെ അകത്ത് ഫയൽസിലാണ് കിടക്കുന്നത്. അതായത് ഇപ്പോൾ എന്തൊക്കെ വെബ്സൈറ്റിൽ പിക്ചർ ഉണ്ടോ ഇതെല്ലാം ഇവിടെ കാണും. സോ ഈ എല്ലാ പിക്ചറും നമ്മൾ 1 by 1 എടുത്ത് നമുക്ക് ഇതിന് ഓൾട്ട് ടെസ്റ്റും അതുപോലെ തന്നെ പേര് നെയിമും കൊടുക്കണം. അതായത് നമുക്ക് വെബ്സൈറ്റിൽ പ്രോഡക്റ്റിന് മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഒരു ബാനറിൽ കൊടുക്കുന്ന പിക്ചറോ അല്ലെങ്കിൽ ബ്ലോഗിൽ കൊടുക്കുന്ന പിക്ചറോ എന്ത് തന്നെ ആയാലും ആ പിക്ചറിന് എല്ലാം ഓൾട്ട് ടെസ്റ്റും അതുപോലെ തന്നെ അതിന് ആപ്റ്റായ നെയിംസും കൊടുക്കുക. സോ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്ന് കാര്യം വരുമ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പേജിൽ വന്നു. ഇതാണ് എൻ്റെ ഒരു പ്രോഡക്റ്റ് പേജ്. അപ്പോൾ നമുക്ക് നല്ലൊരു ടൈറ്റിൽ ഉണ്ടാവണം, എപ്പോഴും നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകണം. ഇനി ഞാനിത് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ പോവാം. അതായത് ഞാൻ തീം എഡിറ്റ് ചെയ്യുവാണ്. നമുക്ക് ഈ ഹൊറിസോൺ തീമിൽ പല ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ടൈറ്റിൽ H1 കൊടുക്കാം, 3 കൊടുക്കാം, കസ്റ്റംസ് കൊടുക്കാം. അപ്പോൾ ഞാനൊക്കെ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് കസ്റ്റം കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഡിഫാൾട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് H1 ടൈറ്റിൽ തന്നെ ഒരു പേജിൽ കൊടുക്കുക. അതായത് SEO ഗൂഗിൾ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ ഒരു വെബ്സൈറ്റിൽ മെയിൻ ഹെഡിങ് അതായത് H1 ടാഗ് കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പേജിൽ ഒന്നിൽ കൂടുതൽ H1 ടൈറ്റിൽ ഉണ്ടായിരിക്കുകയും ചെയ്യരുത്. അതായത് എല്ലാ പേജിലും ഇപ്പോൾ ഇൻ കേസ് കളക്ഷൻ പേജിലാണെങ്കിൽ കളക്ഷൻ നെയിം H1 ടൈറ്റിൽ കൊടുക്കുക. അതുപോലെ തന്നെ പ്രോഡക്റ്റ് പേജ് ആണെങ്കിൽ പ്രോഡക്റ്റ് പേജിൻ്റെ ടൈറ്റിൽ H1 ടാഗിൽ കൊടുക്കുക. ഇത് നമ്മൾ പലപ്പോഴും മിസ്സായി പോകുന്ന ഒരു കാര്യമാണ്. സോ ഇത് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മളൊരു ഇമേജ് കൊടുക്കുമ്പോൾ ഇമേജിൻ്റെ സൈസ് എപ്പോഴും നമുക്ക് ഒരു വെബ്സൈറ്റ് കുറച്ചും കൂടി സ്പീഡായിരുന്നാൽ മാത്രമേ ആൾക്കാരെ കുറച്ചുപേരെ അട്രാക്ട് ചെയ്യാനായിട്ട് കഴിയൂ. സോ വെബ്സൈറ്റിൻ്റെ സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സോ വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്ന പിക്ചേഴ്സിന് സൈസ് വളരെ കുറയ്ക്കുക. ഒരു 300 KB മറ്റോ കുറച്ചിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ടൂൾ ഞാൻ ഒരു വെബ്സൈറ്റ് പറഞ്ഞു തരാം. സോറി, ആ വെബ്സൈറ്റിൻ്റെ നെയിം ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളൊരു പിക്ചർ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്കതിൻ്റെ സൈസ് നമുക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തു, അതിന് നമുക്ക് എത്ര വേണമെങ്കിലും സൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഈ വെബ്സൈറ്റ്. സോ ഇങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ എടുക്കുന്ന ഒരു പിക്ചർ അതായത് 2 MBയോ 3 MBയോ ഉള്ളത് വളരെ വേഗം നമുക്കൊരു 300 250 KB മാറ്റാനാവും. ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു വെബ്സൈറ്റ് ആണ്. സോ നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാം. ഇനി മറ്റൊന്ന്, നമ്മൾ ബ്ലോഗ് ആഡ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാനൊരു ബ്ലോഗ് ആഡ് ചെയ്യുമ്പോൾ അതായത് കണ്ടന്റിൻ്റെ അകത്ത് ബ്ലോഗ് എടുക്കുക. ഞാനൊരു ക്രിയേറ്റ് ബ്ലോഗ് എടുക്കുമ്പോൾ ഇതിൽ ടൈറ്റിൽ കൊടുക്കുക. ഇതിലും SEO ഉണ്ട്. പേജ് ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും URL ഹാൻഡിൽസും ഇതും കമ്പൽസറി ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബ്ലോഗിൽ കൊടുക്കുമ്പോൾ ഇതിൽ മാക്സിമം ടൈറ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ടൈറ്റിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, അതായത് ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പേജിൽ വരുവാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ബ്ലോഗും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഞാൻ ഇവിടെയാണ് ഒരു ലിങ്ക് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇൻസേർട്ട് ലിങ്ക് കൊടുക്കുക. അതായത് ഒരു ബ്ലോഗിൽ നമ്മൾ ഒരു സ്റ്റോറി പറയുവാണ്. അതായത് നമ്മൾ ഇന്ന സമയത്ത് ഇന്ന പ്രോഡക്റ്റ് മേടിച്ചു അതിൻ്റെ ഒരു സ്റ്റോറി പോലെ പറയുവാണെങ്കിൽ
അതിൽ 1-2 പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആൾക്കാരെ കുറച്ചും കൂടെ അട്രാക്ട് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ SEO കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ മിനിമം നമ്മൾ ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ ചെയ്തിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റ് ഒരു ലോങ് ടൈമിൽ കുറച്ചും കൂടെ ആൾക്കാരിലോട്ട് അട്രാക്ട് ചെയ്യാൻ കഴിയൂ. സോ ഇത്രയേ ഉള്ളൂ ഈ SEOയിൽ. അപ്പോൾ SEOയിൽ വളരെ ബിഗിനേഴ്സ് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു പോയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്യുന്ന വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.